ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ നമുക്ക് ഗോതമ്പ് പൊടി വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വേണ്ടുള്ളൂ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയിൽ വെച്ചിട്ടും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മുട്ടയാണ്. അപ്പോൾ 1 മുട്ട നമ്മൾ ചേർക്കുന്നത്. ഈ മുട്ട ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ നല്ലൊരു ക്രിസ്പി ആയിട്ടൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മുട്ട ആ പൊടിയിൽ നന്നായിട്ട് എല്ലാവരുടെയും ഒന്ന് പിടിച്ച് കിട്ടണം. അപ്പം നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കില്ലേ, അതേപോലെ തന്നെ നമ്മൾ കുഴച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. നമ്മൾ പൊറോട്ടക്കൊക്കെ ചെയ്യുന്ന പോലെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ നോക്കുക. അപ്പോഴാണ് കുറച്ചും കൂടി ആ ഒരു ഉണ്ടാക്കി വരുമ്പോൾ രസം ഉണ്ടാവുക കഴിക്കാൻ. അപ്പോൾ ഇത്തിരിയും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ മസാലയൊന്നും വഴറ്റിയെടുക്കുകയൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ചൊന്ന് ഓയിലാക്കി കൊടുക്കാം. കാരണം നമ്മളിതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് മാവ് കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമുക്കിതിനുള്ള മസാല ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 2 ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്, ഒരുപാട് വലുതൊന്നും വേണ്ട. അത് നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. തവിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിലേക്ക് ഒരു കുഞ്ഞ് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലുതാണെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ചേർത്തിട്ടുണ്ട്, കാശ്മീരിയാണ്. പിന്നെ 1 ടീസ്പൂൺ നാരങ്ങാ നീരൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ മസാല അധികം ഇഷ്ടമല്ല, വഴറ്റിയിട്ടുള്ള മസാല ഇഷ്ടമെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെ ഉള്ളി വഴറ്റി വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചിട്ട് ഉള്ളി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഈ പൊടികളൊക്കെ ഇട്ട് പിന്നെ ഉരുളക്കിഴങ്ങും ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കാരണം ചില ആൾക്കാർക്ക് ഈ പച്ച മസാല അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു മസാലയ്ക്ക് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറാണ് ഉണ്ടാവുക. കാരണം അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ എണ്ണയിൽ ഇട്ട് ചെയ്യുന്നൊന്നുമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എണ്ണയിൽ വഴറ്റിയെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് എടുക്കാം. അപ്പോൾ ഈ മാവ് കൊണ്ട് ഞാൻ 6 എണ്ണമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഇതിനെ 6 പീസാക്കിയിട്ട് നമുക്ക് 6 ബോൾസ് ആക്കിയിട്ട് മാറ്റാം. ഇത് നമുക്ക് അധികം ചപ്പാത്തിയൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ വേഗം കഴിക്കുക. അതുപോലെ തന്നെ ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ബോൾ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി നമ്മൾ ഇതൊന്ന് പരത്തിയെടുക്കാൻ പോവുകയാണ്. വളരെ എളുപ്പമാണ്. ഒരുപാട് നമ്മൾ ചപ്പാത്തി ചെയ്യുന്നത് ഒത്തിരി അങ്ങോട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കുറച്ച് പൊടി ഇട്ടിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ പരത്തിയെടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഫില്ലിങ്ങിന് പകരം നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടുള്ള ഫില്ലിങ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, എഗ്ഗ് വെച്ചിട്ടുള്ള വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എഗ്ഗ് വെച്ചിട്ട് ഞാൻ വേറൊരു രീതിയിൽ ഇത് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ മുമ്പ്. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കിയ മസാല ഞാൻ 6 പോർഷൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ സാരിക്കൊക്കെ പ്ലീറ്റ് എടുക്കണ മാതിരിയാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ ഈ മോമോസൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യില്ലേ, അതേപോലെ ഫുള്ളായിട്ട് മേലേക്ക് ഇങ്ങനെ ഒന്ന് പ്ലീറ്റ് എടുത്ത് കൊടുക്കുക. ഫുള്ളായിട്ട് കവർ ചെയ്യണം. മേലെ എക്സ്ട്രാ വരുന്നത് നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയണം. ഇല്ല കഴിക്കുന്ന സമയത്ത് ആ ഭാഗം ഭയങ്കര കട്ടിയായിട്ടിരിക്കും, വലിയ രസം ഉണ്ടാവില്ല. അപ്പോൾ എക്സ്ട്രാ വരുന്നത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. കാരണം കുറച്ച് തിന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് പരത്തി എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പരത്തുന്ന സമയത്ത് പൊടി ഇട്ടിട്ടോ അല്ലെങ്കിൽ എണ്ണ ഇട്ടിട്ടോ എങ്ങനെ വേണേലും പരത്തിയെടുക്കാം. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഈസി അതിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് ഞാനിവിടെ ഫില്ലിങ് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ മേലോട്ടേക്ക് ഇതുപോലെ പിടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് കളയാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഇതും റെഡിയായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ ഇതൊന്ന് ചുട്ടെടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ഏകദേശം 1-2 സ്പൂൺ ഓയിൽ അത്രയ്ക്ക് വേണ്ടല്ലേ വെളിച്ചെണ്ണ എടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇത്രയും വേണ്ടെങ്കിൽ അതിൽ കുറച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ കറിവേപ്പിലയുടെ ഫ്ലേവർ ഒന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് എണ്ണയിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് കറിവേപ്പില മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മളിത് വേവിക്കുന്ന സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ. കാരണം 2 സൈഡും വെന്ത് കിട്ടാൻ ഇച്ചിരി സമയം എടുക്കും. കാരണം നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതൊന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ 1-2 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വലുതായിട്ട് ആയിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും ചെറുതായിട്ട് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും അടിവശം. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 2 സൈഡും കുറച്ച് ഇടയ്ക്കിടയ്ക്കായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് നല്ലൊരു കളർ ആവുന്നത് വരെ വേണം നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതാവുമ്പോൾ അത്രയും എണ്ണ നമ്മൾ എടുക്കുന്നില്ല, കുറച്ച് സമയം എടുക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് 2 സൈഡും ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഇതേ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഏകദേശം ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ അടിവശം കൂടി നമുക്കൊന്ന് നോക്കാം. അടിവശം ചെറുതായിട്ടേ മൊരിഞ്ഞിട്ടുള്ളൂ, ഇത്രയും കൂടി ഒന്ന് മൊരിഞ്ഞ് കിട്ടാനുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ 2 സൈഡും നല്ലപോലെ മുരിച്ചെടുത്തിട്ട് വേണം നമ്മളിത് റെഡിയാക്കിയെടുക്കുക. കാരണം നല്ല മൊരിഞ്ഞിരിക്കുമ്പോഴാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇപ്പോൾ ഇത് 2 സൈഡും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് മാറ്റാം. പിന്നെ നമ്മളിത് ചൂടോടെ വേണം സെർവ് ചെയ്യാനായിട്ട്, അപ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് ടൊമാറ്റോ സോസൊക്കെ ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം എടുത്ത് മാറ്റുന്നുണ്ട്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മളിത് ഫുള്ള് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല മൊരിഞ്ഞിട്ടാണ് ഇതിൻ്റെ മേൽവശമൊക്കെ ഉണ്ടാവുക. നമ്മൾ മൈദയിലല്ല ചെയ്തിട്ടില്ലെങ്കിൽ നല്ല മൊരിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഉള്ളിൽ നല്ലോണം ഫില്ലിംഗ് ഒക്കെ വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് ചുമ്മാ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല രസമായിരിക്കും. കണ്ടില്ലേ, നല്ല പോലെ ഫില്ലിംഗ് ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും, ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.